ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോമ്പ് തുറക്കൊക്കെ നല്ല അടിപൊളി ഡ്രിങ്കാണ് നമ്മളിവിടുന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പാലും വീട്ടിലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. നമുക്ക് ലാസ്റ്റ് ഇതുപോലെ നമ്മൾ പോംഗ്രാനൈറ്റ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പാര ടേസ്റ്റാണ്. നമുക്ക് ഒരുപോലെ വിശപ്പും മാറും, ദാഹവും മാറും. അതുപോലെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ ഇത്. നമുക്കിത് വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രിങ്കിന് വേണ്ടിയിട്ട് നമുക്ക് കളറോ അങ്ങനെയുള്ള കെമിക്കൽസോ ഒന്നും ചേർക്കേണ്ട. വെറും ഫ്രൂട്ട്സും പാലും മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് നമുക്കിത് എങ്ങനെയാണ് ചെയ്യാമെന്നൊന്ന് കണ്ടാലോ. നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചവ്വരി എന്ന് പറയും, സാബൂനരി എന്നൊക്കെ പറയും. അത് നമുക്കൊരു 2 ടീസ്പൂണോളം ഒരു 10 മിനിറ്റോളം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനുള്ളതാണ്. നമ്മളത് എത്രത്തോളം ഗ്ലാസ് ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ടോ അതനുസരിച്ച് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ആകെ 500 പാലാണ് എടുക്കുന്നത്. നമുക്കത് ഇപ്പോൾ ഈ ഗ്ലാസ് കൂടുന്തോറും നമുക്ക് പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതിയാകും. പിന്നെ നമുക്കതിലേക്ക് ഞാൻ ഇതേപോലെ ഒരു 10 രൂപയുടെ ഒരു കൂടി അമൂല്യ പാൽപ്പൊടീൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങളതുപോലെ ചെയ്യുമ്പോൾ മിക്സ് ചെയ്ത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. പിന്നെ നമുക്ക് പാകത്തിന് മധുരം ഇട്ട് കൊടുക്കാം. ഒരുപാട് മധുരം ഏറേണ്ട. നമ്മളിതിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പഞ്ചസാര ഒരു 2 സ്പൂണോളം കൂടുതൽ ഇട്ട് കൊടുത്താൽ മതിയാകും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് പാൽപ്പൊടി ചിലപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് കസ്കസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. കറുത്ത കസ്കസ് അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ചിയ സീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് ഹെൽത്തിയാണ്. നമ്മൾ ഒരുപാട് ഫുഡൊക്കെ കഴിക്കുമ്പം വെയിറ്റ് കുറയാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ചിയ സീഡ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ചിയ സീഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. പാലൊക്കെ നന്നായിട്ട് തിളച്ച് അതുപോലെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അത് അവനവൻ്റെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ ആകുമ്പം എന്തായാലും മധുരം ഒന്ന് മുന്നിലേക്ക് നിൽക്കണം. അപ്പോൾ ഞാൻ ഇന്ത്യയിലുള്ള ഇത്രയും ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളാകെ 2-3 ഗ്ലാസ്സോളം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഫ്രൂട്ട്സ് നമ്മൾ ഇത്രയും എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പോംഗ്രാനൈറ്റൊക്കെ ഒരു പകുതി എടുത്തിട്ടുള്ളൂ. മീഡിയം സൈസുള്ള പോംഗ്രാനൈറ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ആപ്പിൾ അതേപോലെ നമ്മൾ പകുതി എടുക്കുന്നുള്ളൂ. പിന്നെ റോബസ്റ്റ പഴം നല്ല വലിയ പഴമാണ്, അതും നമ്മൾ അതേപോലെ പകുതി എടുക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഇതേപോലെ റോബസ്റ്റ പകുതി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അവനവൻ്റെ ഇഷ്ടത്തിൻ്റെ ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെറുതാക്കുകയോ വലുതാക്കുകയോ ചെയ്യാം. എന്തെങ്കിലും ചെറുതാക്കുന്നതാവും ഒന്നും കൂടി ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ പഴം നമ്മളിവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആപ്പിൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതുപോലെ അരിഞ്ഞു കൊടുക്കാം. നമ്മുടെ ഈ പാലൊക്കെ ഇതേപോലെ ഒന്ന് തണുത്ത് വന്ന ശേഷം നമ്മൾ ലാസ്റ്റ് ഫ്രൂട്ട്സ് കട്ട് ചെയ്താൽ മതി. കാരണം പഴവും ആപ്പിളും ഒക്കെ അല്ലെങ്കിൽ കളറ് മാറിപ്പോവും. അപ്പം നമ്മൾ സെർവ് ചെയ്യാൻ സമയത്ത് മാത്രം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കുകയും നല്ലത്. അപ്പം നമ്മൾ ആപ്പിളിൻ്റെ പരിപാടിയും കഴിച്ചു. ഇനി ഇതുപോലെ മുന്തിരി എടുത്തിട്ടുണ്ട്. നമ്മളെപ്പോഴും എടുക്കുമ്പോൾ മുന്തിരിയൊന്നും പുളി ഉണ്ടായാൽ നമ്മുടെ ടേസ്റ്റ് മൊത്തം പോവും. അപ്പോൾ നമ്മൾ നല്ല മധുരമുള്ള മുന്തിരിങ്ങ മാത്രം എടുക്കണം. പിന്നെ ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറുത്ത മുന്തിരിങ്ങയും കൂടെ എടുത്തിട്ടുണ്ട്. നമ്മളിതിട്ട് അതൊന്ന് ഇളക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 മുന്തിരിങ്ങ എല്ലാം നമ്മൾ ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു പീസ് മാങ്ങയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി നമ്മളിത് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചൗരിയൊക്കെ വെന്ത് വന്നു. ഞാനത് കുക്കറിലാട്ടോ ഇട്ടത്. നമ്മളെപ്പോഴും അത് കുറച്ചേറെ വെള്ളം വെച്ചിട്ട് കുക്കറിൽ ഒരു 2 പീസിൽ അടിച്ചെടുത്താൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അടുപ്പത്ത് നമ്മളല്ലാതെ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ആയി കിട്ടില്ല കേട്ടോ. അതിനുശേഷം നമ്മളതൊന്ന് പച്ചവെള്ളം കൂടെ കുറച്ചൊഴിച്ച് ഒന്ന് ഊറ്റിയെടുത്താൽ സംഭവം സെറ്റാണ്. അപ്പോൾ നമ്മുടെ പാലൊക്കെ ഇവിടെ സെറ്റാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നെ മിൽക്ക് മെയ്ഡും പാൽപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് അതിലേക്ക് ഈ ഫ്രൂട്ട്സും ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ വേണമെന്നില്ല, ഏത് ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. മധുരം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ പഞ്ചസാര തന്നെയോ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ചൗരി മൊത്തം നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചൗരിയൊക്കെ ഇതിൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണേ. ഇനിയിപ്പോൾ ഇതുപോലെ കുറച്ചും കൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക്
കസ്റ്റർഡ് പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ കഴിക്കുന്നത് ഒരു അപ്പാര ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ടായിരുന്നില്ലേ ചിയ സീഡ്, അത് നമുക്കിതിലോട്ട് നേരെ ഇട്ട് കൊടുക്കാം. ഇത് കുതിർന്ന് വരുമ്പം നമ്മൾ കുറച്ചിട്ട് തന്നെ അത്യാവശ്യം നല്ല വലുപ്പം വരും. അപ്പോൾ നമുക്ക് ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കണ്ട. ഒരുപാട് ഇട്ട് കൊടുത്താൽ നമ്മളതിങ്ങനെ കടിക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നില്ല. അപ്പോൾ കസ്കസ് പോലെ തന്നെയുള്ളൂ, പക്ഷേ ഓവറായി പോവണ്ട. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നമ്മൾ ഇളക്കി ഒഴിച്ചു കൊടുക്കണേ, അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഫ്രൂട്ട്സൊക്കെ അടിയിൽ കിടക്കും. നമ്മൾ 2 ഗ്ലാസ്സിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ലാസ്റ്റ് അതേപോലെ 2 ടീസ്പൂണോളം പോംഗ്രാനൈറ്റ് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സംഭവം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡ്രിങ്കാണ്. അപ്പോൾ നമ്മുടെ ക്ഷീണം മാറാനും ഹെൽത്തി ആവാനും ഒക്കെ നന്നായിട്ട് നമ്മളെ ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതിലും നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ഓക്കെ, ടാറ്റാ, ബൈ.